ത്തിൻ്റെ നെറുകയിൽ ഐമനമെന്ന വശ്യസുന്ദരമായ ഗ്രാമം ഇടം പിടിക്കുമ്പോൾ അവിടെ പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമവും കൂടി ഉൾപ്പെട്ടതാണ് ഐമനം. ആ ഗ്രാമത്തിൻ്റെ പേര് കുടമാളൂർ. നിരവധിയായ ക്ഷേത്രങ്ങളും കാവുകളും പള്ളികളും എല്ലാമായി നിറയുന്ന കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തെ ലോകപ്രശസ്തമാക്കിയത് കഥകളി എന്ന കലാരൂപത്തെ നെഞ്ചിലേറ്റിയ ഒരുപറ്റം കലാകാരന്മാരും അതിന് നേതൃത്വം നൽകിയ ഗുരു കുടമാളൂർ കരുണാകരൻ നായരുമാണ്. കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമം സിനിമാ പാട്ടുകളിലും അതുപോലെ തന്നെ മറ്റ് കഥകളിലും നോവലുകളിലും എല്ലാം ഇടം നേടുവാൻ പ്രധാന കാരണമായത് കുടമാളൂർ കരുണാകരൻ എന്ന അനശ്വരനായ കഥകളി കലാകാരൻ്റെ സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഗ്രാമത്തെ ലോകമറിയിച്ചത് ശ്രീ കുടമാളൂർ കരുണാകരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ 25ാമത് ചരമ വാർഷികമായിരുന്നു ഇന്നലെ. കുടമാളൂർ സൈരന്ധ്രിയായി മലയാള ചലച്ചിത്ര ഗാനത്തെ എക്കാലത്തെയും ശ്രദ്ധിക്കപ്പെട്ട വരികളിൽ ഒന്ന് അതിമനോഹരമായി യേശുദാസ് പാടിയ ആ കുടമാളൂർ കരുണാകരൻ നായരുടെ 25ാമത് ചരമ വാർഷികം. കുടമാളൂരെ പൗരാവലിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും NSS കരയോഗത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ കുടമാളൂർ കരുണാകരൻ നായർ ഷഷ്ടിപൂർത്തി സ്മാരക ഹാളിൽ വെച്ച് സമുചിതമായി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുകയും കഥകളി ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നടത്തുകയും ചെയ്തു. കുടമാളൂർ എന്ന ഒറ്റപ്പേര് കഥകളിയിൽ ഇന്നും പകരം വെക്കാത്ത നാമമായി അവശേഷിക്കുന്നു. എക്കാലത്തും അനേകം കഥകളി കലാകാരന്മാരുടെ കേന്ദ്രമാണ് കുടമാളൂർ. അവരെയെല്ലാം വാർത്തെടുത്തത് ലോകത്തിന് പകരം വെക്കുവാനാവാത്ത രീതിയിലുള്ള അത്യുജ്വലന്മാരായ കലാകാരന്മാരായി അവരെ മാറ്റിയത് ഒരേ ഒരു ആചാര്യൻ കുടമാളൂർ കരുണാകരൻ നായർ.